മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിലെ പകരം വയ്ക്കാൻ പറ്റാത്ത ഇതിഹാസങ്ങളാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ഇരു താരങ്ങളും ഒരാൾ ഉപേക്ഷിച്ച പല ചിത്രങ്ങളും മറ്റേയാൾ ഹിറ്റാക്കിയ ചരിത്രം ധാരാളമുണ്ട്. അത്തരത്തിലുണ്ടായ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ പിന്നാമ്പുറ കഥയാണ് അന്തരിച്ചുപോയ പ്രശസ്ത തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് വെളിപ്പെടുത്തുന്നത്. സഫാരി ചാനലിൽ നടന്ന ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്. ഡെന്നിസ് ജോസഫ് പറയുന്നത് ഇങ്ങനെ: മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ രാജാവിന്റെ മകൻ മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വഴിത്തിരിവായ ചിത്രമാണ്. ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയായപ്പോൾ തന്നെ സംബന്ധിച്ച് അത് മമ്മൂട്ടി ചെയ്യണമെന്നായിരുന്നു. അതുമാത്രമല്ല, സംവിധായകൻ തമ്പിക്ക് ഏറ്റവും അടുപ്പം മമ്മൂട്ടിയോടായിരുന്നു. അവർ ഇരുവരും അടുത്ത ആത്മസുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ആ സമയത്ത് പുറത്തിറങ്ങിയ തമ്പിയുടെ ആ നേരം അല്പദൂരം എന്ന ചിത്രം പരാജയപ്പെട്ടതോടുകൂടി ആ സുഹൃത്ത് ബന്ധത്തിൽ അല്പം വിള്ളൽ വന്നു. മമ്മൂട്ടി അന്ന് വിജയം വരിച്ചു നിൽക്കുന്ന ഹീറോയാണ്. ഒരു പരാജിതന്റെ കൂടെ സിനിമ ചെയ്യാൻ മമ്മൂട്ടി മടിച്ചു. രാജാവിന്റെ മകന്റെ കഥ മമ്മൂട്ടിക്ക് ഇഷ്ടമായി എങ്കിലും തമ്പിയുടെ പടത്തിൽ അഭിനയിക്കാൻ എന്തോ മമ്മൂട്ടി മടിച്ചു. അങ്ങനെ താനും തമ്പിയുമൊക്കെ ഒരുപാട് നിർബന്ധിച്ചിട്ടും മമ്മൂട്ടി അഭിനയിക്കാൻ മുതിർന്നില്ല. ആ വേഷം ചെയ്യാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അന്നത്തെ നിലയ്ക്ക് തമ്പിക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ മമ്മൂട്ടി എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തു. അത് തമ്പിയെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വാശിയിൽ തമ്പി മോഹൻലാലിനെ സമീപിച്ചു. അന്ന് മോഹൻലാൽ സാമാന്യം തിരക്കുള്ള നടനാണ്. കരിയിലക്കാറ്റുപോലെ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലാണ് മോഹൻലാൽ അന്ന്. എപ്പോഴാ കഥ ഒന്ന് കേൾക്കുക എന്ന് മോഹൻലാലിനോട് താൻ ചോദിച്ചു. തനിക്കൊരു പരിചയവുമില്ലാത്ത മനുഷ്യനാണ് അന്ന് ലാൽ. സൂപ്പർ സ്റ്റാർ ആയിട്ടില്ലെങ്കിലും മമ്മൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള നടൻ കൂടിയാണ് മോഹൻലാൽ. അന്ന് മോഹൻലാൽ പറഞ്ഞ കാര്യം ശരിക്കും തന്നെ അമ്പരപ്പിച്ചു. എനിക്ക് കഥയൊന്നും കേൾക്കണ്ട, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പിന്നെന്ത് കഥ കേൾക്കാനാണ്? ഇതായിരുന്നു അന്ന് ലാലിൻ്റെ മറുപടി. അത് ഞങ്ങൾക്ക് വലിയ ഒരു ആത്മവിശ്വാസം നൽകി. മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കുന്നു എന്നറിഞ്ഞതോടെ ഇടയ്ക്കിടെ എൻ്റെ റൂമിൽ വരാറുണ്ടായിരുന്ന മമ്മൂട്ടി തിരക്കഥ എടുത്ത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഡയലോഗുകൾ പറയാൻ തുടങ്ങി. തന്നെ അസ്വസ്ഥനാക്കുകയാണ് ഉദ്ദേശം. അതോടുകൂടി താൻ അസ്വസ്ഥനാകുകയും ചെയ്തു. അപ്പോൾ താൻ തമ്പിയോട് പറഞ്ഞു, വീണ്ടും ഒന്നുകൂടി ആലോചിച്ചാലോ എന്ന്. ഇനി ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും അവൻ എൻ്റെ സിനിമയിൽ വേണ്ട. ഇതായിരുന്നു മറുപടി. സ്വന്തം കാർ വരെ വിട്ടിട്ടായിരുന്നു തമ്പി രാജാവിൻ്റെ മകൻ എടുത്തത്. സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ മോഹൻലാലും മമ്മൂട്ടിക്കൊപ്പം തന്നെ തിരക്കുള്ള നടനായി.